ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണിത്. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പപ്പടം കൊണ്ടാണോ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന്. അതെ, ഞാനിന്നിപ്പോൾ പപ്പടം കൊണ്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ 6 വറ്റൽമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി, വാളൻ പുളിയാണിത്. പിന്നെ 12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ പപ്പടം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ മതി കേട്ടോ. നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഓയിലും വേണ്ടി വരും. പിന്നെ ആ ഓയിലൊക്കെ വേസ്റ്റായി പോകും. ഇങ്ങനെ ആകുമ്പോൾ എണ്ണയൊന്നും ബാക്കി വരില്ല. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എണ്ണയൊന്നും ബാക്കി വരില്ല, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് പപ്പടം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ കിട്ടുമായിരിക്കും നല്ലത്, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പപ്പടമൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ഫ്രഷ് പപ്പടം പൊരിച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. വീട്ടിൽ ബാക്കി വന്ന പപ്പടം വെച്ച് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ വറ്റൽമുളക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 6 പപ്പടം വേണമെന്നൊന്നുമില്ല കേട്ടോ. 2 പപ്പടമോ 3 പപ്പടം ഒക്കെ വെച്ച് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ സെയിം എണ്ണയിലേക്ക് തന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ, നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളി കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വാളൻപുളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ വാളൻപുളി കുറച്ച് പഴയതായതുകൊണ്ടാണ് കേട്ടോ കറുപ്പ് നിറമുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചെറിയ പീസായിട്ട് പപ്പടം കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തത് കാരണം തന്നെ ഒട്ടും ഓയിൽ ബാക്കി വന്നിട്ടില്ല. ഇനി ഇത് തണുത്തതിന് ശേഷം വേണമെന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഇതെല്ലാം ക്രഷ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പപ്പടവും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ പപ്പടം ആയതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പിലൊന്നും ഇത് നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണം ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ ഒരു നനവുണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. പപ്പടത്തിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വാളൻപുളിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ ചേർക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്